Hi friends, welcome back to Kerala PSC Exam Topper. കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ശ്രീമൂലം തിരുനാളിനെ പറ്റിയാണ്. ഈ ശ്രീമൂലം തിരുനാളിനെ പറ്റി PSC വളരെ കാലമായി ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. നിങ്ങൾ 3-4 തവണ ആവർത്തിച്ച് കേട്ട് പഠിക്കേണ്ടതാണ്. ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം 1985 മുതൽ 1924 വരെ ആയിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം 1985 മുതൽ 1924 വരെ ആയിരുന്നു. അടുത്തത് പുരാവസ്തു ഗവേഷണ വകുപ്പ്, ആയുർവേദ കോളേജ്, VJT ഹാൾ എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. പുരാവസ്തു ഗവേഷണ വകുപ്പ്, ആയുർവേദ കോളേജ്, VJT ഹാൾ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ 1891, ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896 എന്നിവ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. മലയാള മെമ്മോറിയൽ 1891, ഒന്നാം ഈഴവ മെമ്മോറിയൽ 1896 എന്നിവ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. രണ്ടാം ഈഴവ മെമ്മോറിയൽ കഴ്സൺ പ്രഭുവിന് സമർപ്പിക്കപ്പെട്ട സമയത്ത് തിരുവിതാംകൂർ രാജാവും ശ്രീമൂലം തിരുനാളാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ കഴ്സൺ പ്രഭുവിന് സമർപ്പിക്കപ്പെട്ട സമയത്ത് തിരുവിതാംകൂർ രാജാവും ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹ സമയത്ത് നാട് നീക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹ സമയത്ത് നാട് നീങ്ങിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ.